ചേച്ചി എത്ര നാളായി ജോലിയൊക്കെ തുടങ്ങിയിട്ട്? ഏത് ക്ലീനിങ്? അല്ലേ ഈ സിനിമയിലെ വർക്കൊക്കെ? ആ അതൊരു 7 വർഷമായി. എന്നിട്ടും ചേച്ചി രക്ഷപ്പെടുന്നില്ലല്ലോ. ആര് പറഞ്ഞു ഞാൻ രക്ഷപ്പെട്ടില്ലെന്ന്? നീ ഇവിടെ ഇരുന്നിട്ട് എന്നെ ആക്കിക്കൊണ്ടിരിക്കുവാണോ? അയ്യോ ആക്കിയതല്ല, ഇതിൽ നിന്നിട്ടും മെച്ചമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞതാ. മെച്ചമൊക്കെ നന്നായിട്ടുണ്ട് മോളെ. ഞാനേ ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈ ഫീൽഡിൽ നിൽക്കണമെങ്കിലേ അത് എനിക്ക് എക്സ്പീരിയൻസ് ആയി കിട്ടിയ ആ ഒരു DOP എന്ന് പറഞ്ഞ പോസ്റ്റാണ്. മനസ്സിലായോ? DOP എന്ന് വെച്ചാ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി. ഒന്നും കേട്ടിട്ടില്ല? കേൾക്കാൻ നല്ല രസമുണ്ട്. ഹലോ, കേൾക്കാൻ മാത്രമല്ല ജോലി നല്ല രസമൊക്കെ തന്നെ. പിന്നെ എന്നിട്ടല്ലേ ചേച്ചി ഇവിടെ അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നത്? എന്തെങ്കിലും പറഞ്ഞായിരുന്ന? ഒന്നും പറഞ്ഞില്ല. എന്തോ പറഞ്ഞു? അല്ല, ചേച്ചിക്ക് എളുപ്പം അടുത്ത വർക്ക് കിട്ടണേന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആണോ? മോളുടെ പ്രാർത്ഥനയുടെ ഒന്നും ആവശ്യമില്ല. എനിക്ക് അത്യാവശ്യം നല്ല വർക്കൊക്കെ ഉണ്ട്. പിന്നെ നോക്ക് സംസാരിക്കുമ്പോ എന്നെ നോക്കി സംസാരിക്കും. ഈ ഫിലിം ഫീൽഡ് എന്ന് പറഞ്ഞാലേ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നും അല്ല. അതിനകത്ത് കേറി പറ്റാനൊക്കെ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ലെവലിലെത്തി നിൽക്കുന്നില്ലേ? അതെ, കൂടുതൽ അങ്ങ് ചിരിക്കല്ലേ. മോളിപ്പോ പഠിച്ചങ്ങ് ഇറങ്ങണല്ലേ ഉള്ളൂ. ഇറങ്ങി കഴിയുമ്പോ മനസ്സിലാവും ഒരു ജോലി കിട്ടാനുള്ള പാട് എന്തൊക്കെയാന്ന്. കേട്ടല്ല? ഞാൻ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യാനൊന്നും നിൽക്കത്തില്ല. ഞാൻ പഠിച്ച് ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നേരെ അബ്രോഡ് കയറി അങ്ങ് പോകും. എബ്രോഡിൽ നിന്റെ ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ നിനക്ക് ഫ്രീ ആയിട്ട് ജോലി എടുത്തു തരാൻ? അല്ല, അങ്ങനെയല്ല. ഈ FB-യിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പരിചയക്കാരെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. നല്ലതാ, നല്ല വഴി. ഇത്രയും ബുദ്ധിയില്ലാത്തൊരു കൊച്ചിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്റെ പൊന്നു കുഞ്ഞെ, ഒരു 3 വർഷമായിട്ട് ഇവിടെ ഒരുത്തി ഇരിപ്പുണ്ട്. അങ്ങ് പോവാന്നും പറഞ്ഞിട്ട് ആര് അവന്തി എബ്രോഡ് പോവാന്നും പറഞ്ഞിട്ട് ഇന്ന് അവരൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ടേ കൂടുതൽ കിനാസ്വപ്നം കാണണ്ട അതിനെപ്പറ്റി. ഞാൻ അതിനെ അവന്തി ചേച്ചിനെ പോലെ അല്ലല്ലോ. ഞാൻ കുറച്ചുകൂടെ യങ്ങല്ലേ. ശരിയാ, 2 കൊമ്പും ഒരു വാലും എക്സ്ട്രാ കാണുന്നുണ്ട്. അതല്ല, യൂറോപ്യൻ കൺട്രീസിലൊക്കെ എന്നെ പോലെ യങ്സ്റ്റേഴ്സിനെ ആവശ്യം. ഞങ്ങളെ കണ്ടിട്ട് എന്തെങ്കിലും ഓൾഡ് മുതലുകളായിട്ട് തോന്നുന്നുണ്ടോ? ഞങ്ങൾ യങ്സ്റ്റേഴ്സ് തന്നെ. എന്റെ മാഗി മുഴുവൻ പോയി. എന്നാ പിന്നെ അടുത്ത വാങ്ങിച്ചോണ്ട്. എവിടെ പോണു മോള്? എന്താണ് കണ്ണ് കാണാവോ? ഞാൻ അറിഞ്ഞോടൊന്നും ചെയ്തില്ല. അറിയാണ്ട് അങ്ങോട്ട് വീണല്ലേ? എന്തറിഞ്ഞോട് ചെയ്യില്ലെന്ന്. എന്റെ കയ്യിലെന്തൊന്നാടി ഇരിക്കണത്? കയ്യിലെന്താ ഇരിക്കണത്? തുണിയല്ലേ? ആ തുണിയാണ്. ഇവിടെ ഞാൻ എന്താ ചെയ്തോണ്ടിരിക്കണെന്നറിയോ? ഇല്ല, അറിയത്തില്ല. ഞാൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ്. ആ സ്ഥലത്ത് നിനക്ക് എന്ത് ധൈര്യം ഇരിക്കണേ ഇങ്ങനെ ആക്കിടാൻ? ഞാൻ മാറി നിൽക്കാം. അയ്യോ, ഞാനൊന്ന് വൃത്തിയാക്കി ഞാൻ മാറിക്കാന്നല്ല. ആരിവിടെ വൃത്തിയേടാക്കി അവരിവിടെ തൂത്ത് തോർത്ത് വൃത്തിയാക്കിക്കോണം. ഓഹോ, അങ്ങനെ റൂളിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ റൂൾ ഇവിടെ ഉണ്ട്. ആണോ? അങ്ങ് ചെയ്തോ. അല്ല പിന്നെ മര്യാദക്ക് ചെയ്തോ. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ചോരി, എനിക്ക് അതിനേക്കാളും വലിയ ദേഷ്യമാണ്. ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ ഭയങ്കര ചൂടിലാണ്. അയ്യോ, ഞാൻ അങ്ങ് പേടിക്കണോ? ചേടി വരാക്കി സോറിയില്ലടി. നിന്നോടാ പറ മാറിക്കാൻ. എന്ത് ചൂടി എന്ത് ചൂടി നീ എന്തു പറ്റി കാന്താരി? ഇത്ര വലിയ ആലോചന? ചേച്ചി, ഇന്നിവിടെ വലിയൊരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? സ്റ്റെഫി ചേച്ചിയും ചാരി ചേച്ചിയും കൂടെ ഒന്ന് മുട്ടനടിയായിരുന്നു. അത് മോളെ ഇവിടെ സ്ഥിരം നടക്കണല്ലോ, വലിയ അത്ഭുതമൊന്നുമില്ല. അല്ല, ഇത് അതേപോലെ അല്ല, ശരിക്കും ഇടിയായിരുന്നു. സ്റ്റെഫി ചേച്ചി പോലീസിൽ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ചാരു ചേച്ചിക്കെതിരെ. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റോ? എന്തിന്? ചാരു ചേച്ചി സ്റ്റെഫി ചേച്ചിയെ കൊല്ലാൻ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ അവിടെ പോലീസ് വരുമ്പോ ഞാൻ സാക്ഷി പറയണമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ആലോചിച്ച് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുവായിരുന്നു. ഒന്നുമില്ലേലും ചാരു ചേച്ചി അല്ലേ എന്നെ ഇവിടെ കൊണ്ടുവന്നേ. ഞാൻ എങ്ങനെ ചേച്ചിക്കെതിരെ സാക്ഷിയൊക്കെ പറയുന്നേ? മോളൊരു കാര്യം ചെയ്യ്, നീ ഒന്നും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറഞ്ഞ സ്റ്റെഫി ചേച്ചി എന്നെ കൊല്ലും. അവളങ്ങനെ പറഞ്ഞാ? എന്നാ അതൊന്ന് കാണണല്ലോ. ഏത്, എന്നെ കൊല്ലുന്നതോ? ചേച്ചി പൂര കത്തുമ്പോ വാഴ വെട്ടാൻ നിക്കല്ലേ? ഓ, ചേച്ചിക്ക് ഇനി അത് ന്യൂസ് ആക്കണായിരിക്കും. എന്റെ പൊന്നു പൊട്ടിക്കാളി, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അവള് നിന്നെ ഒന്നും ചെയ്യാൻ പോണില്ല. ഞങ്ങളൊക്കെ ഇല്ലേ മോളെ ഇവിടെ, പേടിക്കണ്ട. ഇന്നൊരു ദിവസം നിന്നാ മതിയല്ലേ? അത് മതി. ഇന്റർവ്യൂ കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പോകും. ഇതിപ്പോ എത്രാമത്തെ ഇന്റർവ്യൂ ആയി? കുറേ ആയി. ഇതെങ്കിലും കിട്ടുവോ? കിട്ടിയില്ലെങ്കിൽ ഞാൻ ചേട്ടനോട് കൃഷി പണിക്ക് വരും. കൊള്ളാം. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇരിക്കണേ? ഒന്നുമില്ല അങ്ങളെ, ഒന്നുമില്ല. അതെ, ഈ കൊച്ചു അന്ന് വന്ന കൊച്ചല്ലേ? അതെ. തനിക്ക് ജോലി വല്ല ശരിയായാ? ഇതുവരെ ഒന്നും ആയില്ല മോളെ. ഈ കൊച്ചിന് ഒരു ദിവസത്തേക്ക് ഇതിന്റെ റൂമിൽ ഒന്ന് താമസിക്കണം കേട്ടാ.
അതെങ്ങനെയാ അങ്കിളെ? ഞങ്ങൾ തന്നെ 3 പേരില്ല റൂമില്. ആണോ? അപ്പൊ മോളെ നീ നിന്റെ റൂമില്. അല്ലല്ല, ഞങ്ങളുടെ റൂമിൽ വേറെ ആളുണ്ട്. അയ്യോ, എന്നാ പിന്നെ സ്റ്റെഫിയുടെ റൂമിലാക്കാം അല്ലേ? ആ മോളൊരു കാര്യം ചെയ്യും, അവിടെ ഇരിക്കും, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ഏയ്, എന്തോന്ന് അടുക്കള ഇത്? അടുക്കള ഇങ്ങനെ ആക്കി വെച്ചാരി അത് ആരെന്നാ? സ്റ്റെഫി ചേച്ചിയും ചാരി ചേച്ചിയും കൂടെ മുട്ടനിടിയായിരുന്നു അവിടെ. അടിയാ? ആ സ്റ്റെഫി ചേച്ചി എന്നിട്ട് പോലീസിൽ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തു. പോലീസിനെ വിളിക്കാൻ കണക്കിന് അടിയായ? ഇതൊക്കെ എന്തോന്നൊക്കെ കാണിക്കണേ. എവിടെ കണ്ടാ? എവിടെ? മുറിയിലുണ്ട്. എല്ലാം ചെയ്ത് വെച്ചിട്ട് കുനിഞ്ഞിരിക്കണ നോക്ക്. അയ്യോ, ഇതെന്തൊരു മൂക്ക് തന്നെ ഇത്? മൂക്കുളിച്ച് പഞ്ചറാക്കി. എന്താണ് ഇതിന് സൗണ്ട് ഒരു വേരിയേഷൻ? പിന്നെ മൂക്കിലിട്ട് പിന്നെ എങ്ങനെ സംസാരിക്കണം? എന്തായാലും അടിപൊളിയായിട്ടുണ്ട്, കേൾക്കാൻ നല്ല രസമുണ്ട്. എന്റെ വേദന എനിക്കെല്ലാം അറിയത്തുള്ളൂ. പൈപ്പിന്ന് വെള്ളം വരാണ് കഥയിലെ കൂടെ ചീറ്റ് വന്നത്. എന്റെ ദൈവമേ, ഞാൻ ഇല്ലാത്തത് ഭാഗ്യമായി. ഓഹോ, അപ്പൊ അമ്മാവനും ചാരുണ്ട് സൈഡാണല്ലേ? അയ്യോ മോളെ, അതുകൊണ്ടല്ല. എനിക്ക് രക്തം കണ്ടാലേ ഞാൻ ബോധം കെട്ട് വീഴും, അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ല മോളെ, എന്താണ് കറക്റ്റായിട്ടുണ്ടായ പ്രശ്നം? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല ചാരു, വെറുതെ ചൊറിയാവാതെ തന്നെ. അത് ചുമ്മാതാ, അവള് അനാവശ്യമായിട്ട് ഒരാളുടെ അടുത്ത് അടി അങ്ങോട്ട് ഉണ്ടാക്കാൻ പോകുന്ന ആളൊന്നുമല്ല. ഞാനാ മടി ഉണ്ടാക്കിയത്. ആ ആയിരിക്കും, എനിക്കെങ്ങനെ അറിയാം? നിങ്ങൾ എല്ലാരും ഉള്ള സൈഡ് എനിക്കറിയാം. എന്നാലും പോലീസ് വരട്ടെ, അപ്പൊ അറിയാലോ ഓർമ്മ ഭാഗത്താണ്. അയ്യേ, ഈ ചെറിയ കാര്യത്തിനൊക്കെ എന്തിനു മോളെ പോലീസിനെയൊക്കെ വിളിച്ചു വരുത്തുന്നത്? മോള് അവരെ വിളിച്ചിട്ട് വരണ്ടാന്ന് പറ. ചെറിയ കാര്യം, എന്നെ മൂക്കുടിച്ച് എന്നെ കൊല്ലാറാക്കിയതാണമ്മ. ചെറിയ കാര്യം, എന്തായാലും പോലീസ് വന്നിട്ട് തീരുമാനം ഉണ്ടാക്കും. ഞാനല്ലേ എത്ര നാളീ മഞ്ഞി വെച്ച് നടക്കണേ ദൈവമേ. അതെ മോളെ, നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സംസാരിച്ച് ഒരു തീരുമാനത്തിലാക്കാം. വെറുതെ എന്തിനു പോലീസിനെ കേട്ട് കഷ്ടപ്പെടുത്തണേ? ഇല്ല, അമ്മാവൻ അവളുടെ സൈഡ് എനിക്കറിയാം. ഞാൻ അങ്ങനെ ആരെ സൈഡും നിൽക്കില്ല, ഞാൻ നീതിക്ക് വേണ്ടിയേ നിൽക്കുള്ളൂ. ഇല്ല, എനിക്കറിയാം അമ്മാവൻ ആ ചാരുവിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. ജസ്റ്റിസ്, എനിക്ക് നീതി വേണം. ആ നീതി ഞാൻ വായിച്ചു തരാം മോളെ. പോലീസിന്റെ അടുത്ത് വരണ്ടാന്ന് പറ. ഇല്ല, ഞാൻ ഇത് കൊലപാതക ശ്രമമാ. പോലീസ് വരട്ടെ, നമുക്കറിയാലോ ന്യായാറിന്റെ ഭാഗത്താണ്. എന്റെ പൊന്നു മോളല്ലേ, അമ്മാവൻ പറയുന്നത് കേക്ക്. മോളെ, അമ്മാവൻ പറയുന്നത് കേക്കടി. അതെ സ്റ്റെഫി, നീ പറഞ്ഞൊക്കെ ഞാൻ വാർത്തയാക്കിക്കോട്ടെ. മനുഷ്യനോട് ന്യൂസ് എന്റെ ദൈവമേ, എങ്ങനെയിരുന്ന പോകാരുത്. ഇപ്പൊ ഇരിക്കണ കോലം കണ്ടില്ലേ? എന്റെ സൗന്ദര്യമൊക്കെ പോയി. പറ പവി, നിന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കി സംസാരിക്കേ. എനിക്കാണ് തീരെ വയ്യ. നീ ഇവിടെ നിന്നിട്ടാണ് എന്നോട് സംസാരിച്ചോണ്ടിരുന്നത്? അറിയില്ലടാ, എവിടെ പോയി തട്ടിയത്? ഭയങ്കര പെയിൻ കൈ. എവിടെ നോക്കട്ടെ, ഞാൻ തരാം. വേണ്ട, തടവണ്ട. തടവണ്ട. നീ എന്തിവിടെ? ഒന്നാമത്തെ അമ്മാവൻ എന്നോട് മുട്ടനൊടക്കാണ് നീ ആയിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. എടാ പ്ലീസ് എടാ, പ്രശ്നം ഉണ്ടാക്കരുത്. നീ എന്തിനാണ് ഈ മാക്കന്റെ അടുത്തൊക്കെ കാര്യങ്ങൾ പറയാൻ പോകുന്നത്? എന്താ നീ ഇപ്പൊ വിളിച്ച അമ്മാവനെ? മാക്കാൻ ദേ, അമ്മാവൻ അങ്ങനെ ഒന്നും വിളിക്കാൻ നിൽക്കണ്ട കേട്ടാ. എന്റെ അമ്മാവനല്ലേ നിന്റെ അമ്മാവനല്ലേ? ഞാൻ എന്തിനാ അങ്ങനെ കാര്യമൊക്കെ നോക്കാൻ പോണത്? എനിക്ക് അത്രയും പ്രിയപ്പെട്ട എന്റെ അമ്മാവൻ. ഓ ശരി, അപ്പൊ എനിക്കും പ്രിയപ്പെട്ട ആള് തന്നെ. എന്താ ഇപ്പൊ പറഞ്ഞ? എനിക്കും പ്രിയപ്പെട്ട ആളാണെന്ന്. ആണോ? ആണ്, ശരിക്കും? സത്യം തെണ്ടി. അല്ല, നമ്മുടെ ഭാവി കാര്യങ്ങള് തെണ്ടിട്ടാണെങ്കിൽ ഞാൻ നോക്കും എന്നുള്ള കാര്യം പറയാൻ, ഭാവി കാര്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി ഉണ്ടായിരുന്നു. അതിനാണ് ഞാൻ മെയിൻ ആയിട്ട് വന്നത്. നീ കാര്യം പറ. അതായത് നമ്മുടെ ഭാവി സെറ്റാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോദിക്കും എന്താ? എന്താ ഏട്ടാ? ഇല്ല, എന്താ ഭാവി? അതിന്റെ ആവശ്യമുള്ളൂ ഇപ്പൊ. ആണോ? CBI, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഞാൻ പറഞ്ഞത്. അതിന്റെ ടെസ്റ്റ് ഞാൻ എഴുതാനായിട്ട് ഉറപ്പിച്ചു. ഞാൻ കോച്ചിങ്ങിന് പോകുന്നു. അടുത്ത ആഴ്ചയാണ് എക്സാം. പോടാ. ശരിക്കും? അടിപൊളി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കൺഗ്രാറ്റ്സ്, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മാത്രമേ ഉള്ളൂ. പിന്നല്ലാണ്ട് നീ നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം. അതൊക്കെ ഞാൻ പഠിച്ചോളാം. ഇടയ്ക്ക് ഒരു മോട്ടിവേഷൻ തന്നാൽ മതി.
എന്ത് മോട്ടിവേഷൻ? ഈ ഹഗ്ഗായിട്ടും കിസ്സായിട്ടും ഇങ്ങനെ ഓരോ മോട്ടിവേഷനൊക്കെ ആൾക്കാർ പ്രേമിക്കുന്ന ആൾക്കാർ അങ്ങനെ ആണല്ലേ? മോനിപ്പോ തൽക്കാലം പോവാൻ നോക്ക്. എന്നിട്ട് പഠിച്ചിട്ട് ഉള്ള മോട്ടിവേഷൻ തന്നെ മതി. മോട്ടിവേറ്റ് ചെയ്താൽ നല്ലത്. ഞാൻ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ നന്നായി പഠിക്കും പവി. നീ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് മോട്ടിവേറ്റ്. കിസ് പോടാ. കിസ് ഹഗ്. ഇനി മര്യാദക്ക് പരീക്ഷ എഴുതാ. ഇത് പരീക്ഷയ്ക്കുള്ളതാണ്. ഈ ഓഫറിന്റെ കൂടെ ഒരു കിസ് ഒരു കിസും കൂടി ഇല്ല. നീ പോയെ. പോ പവി. ചാരി ചേച്ചി, അങ്കിള് ചേച്ചിനെ വിളിക്കുന്നുണ്ട്, അങ്ങോട്ടൊന്ന് ചെല്ലുവോ? അമ്മാവനാ? എടാ നീ വേഗം പോവാൻ നോക്കേ. ചരാണെന്ത് ജ്വറ ചീറ്റർ, എന്നോടൊന്നും മിണ്ടണ്ട. ഇത് എന്തൊരു കൊച്ചത്? ഈ ഹായ്. ഹായ്. അമ്മേ നീയോ? എപ്പോ വന്നു? കുറച്ചു നേരമായി. സുഖല്ലേ? സുഖം. നീ അമ്മയെ മാത്രമേ കണ്ടോളൂ, ഇവിടെ ഇരിക്കണ എന്നെ കണ്ടില്ലേ? അമ്മാവനെ എല്ലാ ദിവസവും കാണണല്ലേ? എന്താ അവിടെ നില്ല സോപ്പൊന്നും ഇടണ്ട. എന്താണ് നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഓ, ആ സ്റ്റെഫിയുടെ കാര്യമാണ് അമ്മാവൻ എൻ്റെ അടുത്ത് ചോദിക്കാൻ വന്നെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണ്ട. കാരണം അതിന്റെ പങ്ക് അവൾക്കും കൂടി ഉണ്ട്. ഞാൻ മാത്രമല്ല ഇടി ഉണ്ടാക്കിയത്. ആരിടി ഉണ്ടാക്കിയാലും ആ കൊച്ചു പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ വരും, കൊണ്ടുപോയി നല്ല ഇടി ഇടിക്കും. അന്ന് കിട്ടിയ ഓർമ്മയുണ്ടല്ല? ഇതേ വധശ്രമത്തിനാണ് ആ കൊച്ചു കേസ് കൊടുത്തിട്ടുള്ളത്. ആ ചില്ലറ കാര്യമല്ല. ഇനിയിപ്പോ എന്തായാലും വരുന്നൊഴുക്കി വെച്ച് കാണാം. ഞാൻ മാത്രമല്ലല്ലോ ഇടി ഉണ്ടാക്കിയേ. അവള് തന്നെ ഇടിച്ചില്ലേ? പറ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചിട്ടുണ്ട്. ചോദിക്ക്. എന്റെ പൊന്നു ചാരു, പോലീസ് വന്ന പരാതിക്കാരിയുടെ സൈഡേ കേക്കത്തുള്ളൂ, അത് നീ മനസ്സിലാക്ക്. എന്തായാലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയണതും കൂടി കേൾക്കുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ് തെളിയിപ്പിച്ചോളാം. ആരും അതിന് ടെൻഷൻ അടിക്കണ്ട. ഈ വണ്ടി വന്നു, പോലീസ് വന്നു. എന്റെ ദൈവം, ഞാൻ എന്ത് ചെയ്യും? ഓടി എവിടെയെങ്കിലും ഇറങ്ങി ഓടിപ്പോ, രക്ഷപ്പെടും. ബാക്കിക്കാർ ഞാൻ നോക്കിക്കോളാം. പോലീസ് അല്ല കേട്ടോ, അത് വേറൊരു കാറാ. പോലീസ് അല്ലേ? പിന്നെ ഇപ്പൊ ഇവിടെ ആര് വരാ? അയ്യോ, തങ്കപ്പ മുതലാളി. മുതലാളി ഒന്നും പറയാതെ വന്നിട്ടത്? ഞാൻ ആ പാടെ സർപ്രൈസ്ഡ് ആയിപ്പോയി. നിന്നെ ഞാൻ ശരിയാക്കി തരാം. എന്ത് മുതലാളി? വാട്ട് ഈസ് ദിസ് ദിയ? ദിസ് ഈസ് അറിഞ്ഞൂടാ മുതലാളി. കേറി വാങ്ങോട്ട്. എന്റെ ദൈവമേ, മുതലാളി കലിപ്പിലാണല്ലേ. മുതലാളി ഓ മുതലാളി. ഇവരൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത്. ഓ മുതലാളി. മുതലാളി ഇരിക്കും. നീ ഇരുത്താനൊന്നും നോക്കണ്ട. ഏയ് എന്തോന്ന് പോലെ. അത് പിന്നെ മുതലാളി കൃഷിപ്പണിയൊക്കെ അല്ലേ, അതുപോലെ സമയത്തിനൊന്നും ഞാൻ ആഹാരമൊന്നും കഴിക്കാറില്ല, അതുകൊണ്ടാണ് ഈ ക്ഷീണം. നീ ആരെ കാര്യം പറഞ്ഞത്? എൻ്റെ കാര്യം. നിന്റെ കാര്യം ഇവിടെ ആരെങ്കിലും ചോദിച്ചാ? ഞാൻ വീട്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. എന്തോന്ന് കോലോന്ന്. അത് പെയിന്റ് അടിക്കാത്തോണ്ടാണ് മുതലാളി. പെയിന്റ് അടിക്കാതുണ്ടാ? കഴിഞ്ഞ കൊല്ലം ഞാൻ നിനക്ക് പൈസ തന്നില്ലേ പെയിന്റ് അടിക്കാൻ? നീ അതെന്തിനാ ഇത് മുട്ടടിച്ചല്ലേ? അയ്യോ, അപ്പൊ അടിച്ചതാണ് മുതലാളി. ഇത് അതാണ് ഇങ്ങനെ ഇരിക്കണേ. എടാ, അമേരിക്കയിൽ എൻ്റെ വീട് ഒന്ന് നീ നോക്കണം. അതിന് മുതലാളി എന്നെ കൊണ്ടുപോയിട്ടില്ലല്ലേ? കൊണ്ടുപോയിട്ടില്ലേ? നീ ആവശ്യമില്ലാതെ ഇടയ്ക്ക് സംസാരിക്കണെന്തിന്? ഇല്ല മുതലാളി. കൊണ്ടുപോയി കണ്ടു പോയിട്ടാലും മതി. എടാ, തറയൊക്കെ ഉണ്ടല്ലോ, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പാത്രമൊന്നും വേണ്ട, തറയിട്ട് ചോറുണ്ണ. അത്ര വൃത്തിയാണ്, അറിയാ? നേരത്തെ ഇവിടെ അങ്ങനെ ആയിരുന്നു മുതലാളി. ഇന്നെന്തിപ്പോ ഇങ്ങനെ ആയിപ്പോയത്? അത് ഇന്നും ഇങ്ങനെ ആയിപ്പോയതാണ്. ഇന്നാ? അതെന്തോന്നു ഇന്നിങ്ങനെ ആവാ കാരണം? അങ്കിളെ, ഞങ്ങൾ പെൺകുട്ടികളെല്ലാവരും കൂടി ചേർന്ന് എല്ലാ ദിവസവും ഇവിടെ തൂത്ത് തുടച്ചൊക്കെ ഇടാറുണ്ട്. അത് എന്നെ ഇത് കാലി തൊഴുത്ത് പോലെ കിടക്കണത്. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. മുതലാളി അങ്ങോട്ടൊന്നും പോകണ്ട മുതലാളി, ഇരിക്കണം മുതലാളി. നീ എന്നെ ഇരുത്താൻ നോക്കണ്ട, പറഞ്ഞേട്ടാ. മുതലാളി ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ എന്നൊക്കെ പറഞ്ഞ അങ്കിള് അവിടെ മൊത്തം വൃത്തികേടായിട്ട് കിടക്കും. ഞാൻ എന്ത് ചെയ്യാൻ? മാറ്റി അമ്മാവാ. സത്യമായിട്ട് എനിക്ക് ബോധം കെട്ടി പറഞ്ഞു, ഞാനെങ്കിലും പിടിച്ചു തന്നെ. ഓ, ഇതെന്തോന്നത്? കാലിത്തൊഴുത്താടാ, മൊത്തം വൃത്തികേടായി കിടക്കണല്ലേ.
അപ്പൊ അത് പിന്നെ മുതലാളി ഇന്ന് ഇല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ടിരിക്കും. ഇന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ആയിപ്പോയതാണ് മുതലാളി. ഇന്നെന്തൊരു പ്രത്യേകത. അതൊരു ഭയങ്കര കാറ്റൊക്കെ അടിച്ചോണ്ടേ അവിടുത്തെ സാധനങ്ങളൊക്കെ താഴെ വീണ് അങ്കിള്. എടാ, ഞാൻ അമേരിക്കയിൽ ചേർന്ന് കഷ്ടപ്പെട്ട് വീടൊക്കെ ഉണ്ടാക്കിയിരുന്നത് നിനക്കൊക്കെ വൃത്തിയായിട്ട് ഇല്ലാതാക്കാനാ. ഇല്ല മുതലാളി, ഒരു പ്രത്യേക സാഹചര്യം ഞാൻ നിന്നെയൊക്കെ കാരണം കൊണ്ട് എനിക്ക് അമേരിക്കയിൽ ജീവിക്കാൻ പോലും ഒരു നിവർത്തിയില്ല. അത് തോറ്റി മുതലാളി. ഫോൺ വിളിക്കും തന്നെ. ആര് മുതലാളി കള്ളൊക്കെ വിളിച്ച് പറയണത്? കള്ളം വിളിച്ചു പറഞ്ഞ ഇവിടെ എന്തോ അടിയാ ബഹളമെന്നൊക്കെ ഭയങ്കരമാണ് കംപ്ലൈന്റ് പറയാണ്. അങ്കിളെ, ആരാ അങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞത്? ആരാ? ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ അപ്പുറത്തെ ജോലിക്ക് വരുന്ന ബംഗാളി വരെ ഓരോന്ന് വിളിച്ചു പറയല്ലേ. മുതലാളി, അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കില്ല, പഞ്ചായത്ത് മെമ്പർ ആയിരിക്കും. ആ സുരേഷ് അവൻ മഹാകള്ളനാണ്. എനിക്ക് കർഷക ശ്രീ പോലും അവൻ തന്നില്ല. 3 വാഴ വീട്ടിൽ വെച്ചാൽ നമുക്ക് കർഷക ശ്രീ അവാർഡ് ഉണ്ടല്ലോ. എന്റെ പൊന്നങ്ങളെ, ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഈ ഡോറിന്റെ അപ്പുറത്തുനിന്ന് കമാന്നൊരു സൗണ്ട് ഞങ്ങളുടെ പോകത്തില്ല. ഞങ്ങളെ പ്ലീസ് ഞങ്ങൾ പറഞ്ഞു വിടല്ലേ. നീ പിള്ളേരെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് നീ എവിടെയെങ്കിലും ഇറങ്ങി പോടാ. മുതലാളി അങ്ങനെ പറയരുത് മുതലാളി. മുതലാളി അല്ലാതെ വേറെ ആരുമില്ല മുതലാളി. എനിക്ക് മുതലാളി ഈ പറക്ക പറ്റാത്ത പിള്ളേരെ കൊണ്ട് എവിടെ പോവാ മുതലാളി? ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇറങ്ങിപ്പോ മുതലാളി. അങ്ങളെ പ്ലീസ്, അങ്ങളെ ഞങ്ങളെ കൈവിടല്ലേ. പ്ലീസ് 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 അങ്കിളെ പ്ലീസ് അങ്കിളെ പറഞ്ഞുവിടെങ്കിൽ പോ, വേറൊരു സ്ഥലവും ഇല്ല. പിള്ളേര് പറയണ കേൾക്കും മുതലാളി. എനിക്ക് ഒന്നും കേൾക്കണ്ട. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം. അയ്യോ, ഞാൻ ഈ വീട്ടിന്റെ ഓണറാണ്. ഇത് എന്തിനാ കേൾക്കണത്? ഞാൻ എനിക്കൊന്നും അറിഞ്ഞൂടെ മുതലാളി. എനിക്കൊന്നും കേൾക്കണ്ട. ഇവിടുന്ന് ഇറങ്ങിയേ പറ്റൂ. അടുത്ത മാറണം. ഞാൻ എവിടെയെങ്കിലും പോയി ചാവാൻ പോകും. എന്തിവിടെ ഒരു ആൾക്കൂട്ടം? എന്ത് എന്തെന്നാ കേരള പോലീസിനെ കണ്ട് മനസ്സിലായില്ലേ? ഏത് സ്വർണ്ണക്കട? ഞങ്ങൾ ഇവിടുത്തെ ഹൗസ് ഓണറാ. നിങ്ങളായിരുന്ന ഹൗസ് ഓണർ. നിങ്ങളെ ഞാൻ കാണാതിരിക്കുകയായിരുന്നു. ഇവനും ഈ വീടും ഈ സമൂഹത്തിന് ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തു വിശ്വാസത്തിലാണ് ഇവന് വീട് കൊടുത്തത്? എന്ത് പറ്റി സാറേ? എന്തു പറ്റിയെന്നാ? ഇവന്റെ കല്യാണം മുടക്കി എന്നെ മുറപ്പെണ്ണിനെ അടിച്ചോണ്ട് പോയി ഇവൻ. അത് മാത്രമല്ല, ഓരോ പേട്ട പൈലുകൾ ഇവിടെ കയറി ഇറങ്ങണ് ദിവസവും, അറിയാമോ? എന്നിട്ട് അവന്മാരെ ഒതുക്കാൻ ശ്രമിക്കാതെ ഇവ എന്നെ ഒതുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം. ഇതെന്നല്ല, മനസ്സിലായില്ലേ? ഇവനും ഈ വീടും ഒരു പൊതുശല്യമായി മാറി ഇവിടെ ജനങ്ങൾക്ക്, അറിയാമോ? എത്രയും വേഗം നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റും. എത്രയും പൊട്ടെന്ന് വീട് പൂട്ടി താക്കോൽ എന്നെ കൊണ്ടുവരാപ്പിക്കണം. പറഞ്ഞാട്ടല്ലേ അങ്കിളെ, അയ്യോ പോയി. നമ്മളിനി എന്ത് ചെയ്യും അമ്മാവാ? എല്ലാവർക്കും സമാധാനമായ, തൃപ്തിയായ, സന്തോഷമായല്ലോ.